എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് 10 ഡേയ്സ് കംപ്ലീഷൻ ചലഞ്ചിന്റെ 9ാമത്തെ ദിവസമാണ് ഇന്ന്. ഇനി ഒറ്റ ദിവസം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൻ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പദവികൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് നോക്കാം 2020 PSC ബുള്ളറ്റിൻസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് ആദ്യം പോകാം. ഒന്നാമത്തെ ചോദ്യം, മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് മുഹിയുദ്ദീൻ യാസീൻ. ഓക്കെ, മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയുടെ പേര് മുഹിയുദ്ദീൻ യാസീൻ. ഓർത്തിരിക്കാനായിട്ട് ഈ മല അല്ലേ, മലയും കുന്നും ഒക്കെ എന്താണ്, നല്ലൊരു സീനാണ് അല്ലേ, കാണാൻ നല്ലൊരു സീനാണ്. അപ്പം യാസീൻ, മലേഷ്യ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് സന്തോഷ് ഗംഗ്വാർ. ഓക്കെ, സന്തോഷ് ഗംഗ്വാർ. ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ്. തൊഴിൽ കിട്ടുന്നല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അല്ലേ, ഒരു തൊഴിൽ കിട്ടുന്നല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ തൊഴിൽ, സന്തോഷം, സന്തോഷ് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി സന്തോഷ് ഗംഗ്വാർ. അടുത്തത് ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മുസ്തഫ അൽ ഖാദിമി. ഓക്കെ, മുസ്തഫ അൽ ഖാദിമി. ഓർത്തിരിക്കാനായിട്ട് നമുക്കറിയാലോ, ഈ ഖാദിയുടെ ഡ്രസ്സൊക്കെ കണ്ടിട്ടില്ലേ? ഖാദിയുടെ ഡ്രസ്സൊക്കെ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? റാക്കിൽ വെക്കാറുണ്ട് അല്ലേ, റാക്കിൽ. അപ്പം ഇറാഖ്, ഖാദി, ഖാദിമി കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മുസ്തഫ അൽ ഖാദിമി. അടുത്തത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? മധ്യപ്രദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് പട്ടേലാണ്. ശിവരാജ് സിംഗ് പട്ടേലാണ്. ഓർത്തിരിക്കാനായിട്ട്, മദ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആൾക്കാർ ഇരുന്ന് പാട്ട് പാടാനായിട്ട്, സിങ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ, സിങ് ചെയ്യാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ എന്താണ്, പട്ടയെന്നൊക്കെ നമ്മൾ പറയില്ലേ, മദ്യത്തിനെ പട്ടയടിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ രീതിയിലും കണക്ട് ചെയ്യുക കേട്ടോ. ഏത് രീതിയിലാണെങ്കിലും മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് പട്ടേലാണ്. ക്വസ്റ്റ്യൻ ആയിരുന്നു. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായിട്ട് നിയമിതനായത് ആരാണ്? TS തിരുമൂർത്തിയാണ്. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായിട്ട് നിയമിതനായത് TS തിരുമൂർത്തിയാണ്. നമുക്കറിയാലേ, ഈ ഐക്യമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിന് വഴിപാടൊക്കെ കഴിക്കാറുണ്ട്, മൂർത്തിയുടെ അടുത്ത് വഴിപാടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഐക്യരാഷ്ട്രസഭ TS തിരുമൂർത്തി കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർമാൻ ആരാണ്? നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർമാനാണ് മാലിനി ശങ്കർ. ഓർത്തിരിക്കാനായിട്ട്, ഷിപ്പിംഗ് അല്ലേ, അപ്പം എന്താണ് ഷിപ്പ് എന്ന് ഓർക്കുമ്പോഴേ മാലിദ്വീപ്സിലോട്ട് എത്താനായിട്ട് പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ മാലിനി ശങ്കറിനെ കണക്ട് ചെയ്തെത്താനായിട്ട് പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഷിപ്പൊക്കെ പോകുന്ന കടലിൽ കൂടെ അല്ലേ, കടലിൽ ഒരുപാട് ശംഖും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, ശംഖൊക്കെ. അപ്പൊ ശങ്കറിലോട്ടും എത്താനായിട്ട് നോക്കുക. ഓക്കെ, ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർമാനാണ് മാലിനി ശങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയുടെ രജിസ്ട്രാർ ജനറൽ ആരാണ്? കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ ആണ് സോഫി തോമസ്. ഓക്കെ, സോഫി തോമസ്. അടുത്തത്, വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ആരാണ്? വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറി അജയ് ടിർക്കിയാണ് കേട്ടോ. അജയ് ടിർക്കിയാണ്. അത് കണക്ട് ചെയ്യാനായിട്ട് നമുക്കറിയാലേ, ഈ ശിശു, നമ്മൾ കുഞ്ഞു പിള്ളേരെയൊക്കെ എങ്ങനെയാണ് എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നത്? പൊതിഞ്ഞല്ലേ, ഒരു ടർക്കിക്കകത്ത് പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അപ്പം ടിർക്കി, അജയ് ടിർക്കി കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറി അജയ് ടിർക്കിയാണ്. അടുത്തത്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? അധീർ രഞ്ജൻ ചൗധരിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ. ഓർത്തിരിക്കാനായിട്ട്, നമ്മൾ എന്താണ്, കാശൊക്കെ അധികമാകുമ്പോഴല്ലേ അക്കൗണ്ടിലോട്ടിടുന്നത്? കാശൊക്കെ അധികമാകുമ്പോൾ നമ്മൾ അക്കൗണ്ടിലോട്ടിടും. അപ്പം ആ രീതിയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ അധീർ രഞ്ജൻ ചൗധരി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായിട്ട് നിയമിതനായത് ഡോക്ടർ ഹർഷവർദ്ധനാണ് കേട്ടോ. ഡോക്ടർ ഹർഷവർദ്ധനാണ് നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി. അപ്പൊ ഒന്ന് കണക്ട് ചെയ്തെത്താനായിട്ട് നമുക്കറിയാം, എന്താണ്, ആരോഗ്യവും ഹർഷവർദ്ധനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. എങ്ങനെയാണ്? നമുക്കറിയാം, ആരോഗ്യമൊക്കെ പോകുന്ന എപ്പോഴാണ്? വാർദ്ധക്യത്തിലോട്ട് എത്തുമ്പോഴാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ വാർദ്ധക്യം, വർദ്ധൻ, ഹർഷവർദ്ധൻ, ലോകാരോഗ്യ സംഘടന. ഓക്കെ, ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായിട്ട് നിയമിതനായത് ഡോക്ടർ ഹർഷവർദ്ധനാണ്. അടുത്തത്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP ആയിട്ട് നിയമിതയായത് ആരാണ്?
ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP ആയിട്ട് നിയമിതയായത് ബി സന്ധ്യയാണ് കേട്ടോ. ബി സന്ധ്യയാണ്. അപ്പൊ അത് കണക്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, തീയാണ് അല്ലെ. നമ്മൾ ഈ സന്ധ്യക്കൊക്കെ അല്ലേ ദീപമൊക്കെ വെക്കുന്നത്. ഓക്കെ, വിളക്കൊക്കെ കത്തിക്കല്ലേ, സന്ധ്യക്കാണ് വിളക്കൊക്കെ ദീപമൊക്കെ വെക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഫയർ സന്ധ്യ കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. അടുത്തത് UNEP ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? UNEPയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് ദിയ മിർസ. ഓക്കെ, ദിയ മിർസ. അടുത്ത നോക്കിയേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഡയറക്ടർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഡയറക്ടർ ആരാണ്? അജയ് സേത്ത് ആണ്. അജയ് സേത്ത് ആണ്. ഇപ്പൊ എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. നമ്മൾ ഈ റിസർവ് ചെയ്ത് കാശൊക്കെ റിസർവ് ചെയ്ത് വെക്കുമ്പോഴേ നമുക്ക് ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സ്വത്ത്, സേത്ത്, ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അജയ് സേത്ത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബോർഡ് ഡയറക്ടർ. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഡയറക്ടർ ആണ് അജയ് സേത്ത്. അടുത്തത് ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആണ് ഡോക്ടർ വിവേക് ജോഷി. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം എന്താണ് വിവേകം അല്ലെ. നമ്മളൊരു സെൻസ് വേണം എന്നൊക്കെ പറയില്ലേ, എന്താണ് വിവേകം വേണം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആണ് ഡോക്ടർ വിവേക് ജോഷി. അടുത്തത് ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അർജുൻ മുണ്ടയാണ്. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അർജുൻ മുണ്ടെ. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആർച്ചറി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമ്പാണ് അല്ലെ. അപ്പൊ ഈ അമ്പെയ്ത്തുമായിട്ട് കാര്യം ഓർക്കുമ്പോൾ പെട്ടെന്ന് അർജുനനെയാണ്, പുരാണ കഥകളിലെ അർജുനനെയാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ അർജുൻ മുണ്ടേനെ ആർച്ചറി അസോസിയേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. അടുത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ആരാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാനാണ് ഗിരീഷ് ചന്ദ്ര ചതുർവേദി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ഗിരീഷ് ചന്ദ്ര ചതുർവേദി. ഓർത്തിരിക്കാനായിട്ട് നമ്മളിപ്പോ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ചതുര പെട്ടിയിലായിരിക്കും അല്ലെ മിക്കവാറും സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പൊ ചതുരം, ചതുർവേദി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ഗിരീഷ് ചന്ദ്ര ചതുർവേദി. അടുത്തത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡയറക്ടർ ആരാണ്? ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡയറക്ടറാണ് സത്യനാരായൺ പ്രധാൻ. ഓക്കെ, സത്യനാരായൺ പ്രധാനാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡയറക്ടർ. ഇനി നമുക്ക് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ നോക്കാം. മൈക്കിൾ ദേബഭദ്ര. മൈക്കിൾ ദേബഭദ്ര കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മൈക്കിൾ ദേബഭദ്രനെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. റിസർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം റിസർവ് ചെയ്യാന്നൊക്കെ പറയില്ലേ, സൂക്ഷിക്കുക, ആ ഒരു രീതിയിൽ. അപ്പൊ എന്താണ്, ഭദ്രമായിട്ട് വെക്കുകയാണ് അല്ലെ. അപ്പൊ ദേബഭദ്ര, മൈക്കിൾ ദേബഭദ്രനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ ആരൊക്കെയാണ്? രവിശങ്കർ ഉണ്ട്, അതേപോലെ മഹേഷ് കുമാർ, രാജേശ്വർ റാവു. ഇത്രയും പേരാണ് കേട്ടോ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പഠിച്ചിരിക്കാം. ഇനി അടുത്ത നോക്കാം. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ഡയറക്ടർ ആരാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ യുവരാജ് മാലിക്കാണ് കേട്ടോ. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ യുവരാജ് മാലിക്കാണ്. നമുക്കറിയാം, നമ്മൾ ഈ ചില ബുക്ക് സ്റ്റോളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്, ബുക്കൊക്കെ ഇങ്ങനെ ഒരു മാല പോലെ ഇടുന്ന കാണാം അല്ലെ. ഒരു മാല പോലെ ആ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ യുവരാജ് മാലിക്കിലോട്ട് ഒന്ന് കണക്ട് ചെയ്തെത്താനായിട്ട് പറ്റില്ലേ. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ഡയറക്ടർ യുവരാജ് മാലിക്. അടുത്ത നോക്കാം. പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സ്. ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സിന്റെ പ്രസിഡന്റ് ആരാണ്? VK മൽഹോത്രയാണ് കേട്ടോ. VK മൽഹോത്രയാണ്. കണക്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം സ്പോർട്സിൽ തന്നെയുള്ള ഒരു ഇനമാണ് അല്ലെ ഈ മല്ലുപിടുത്തം എന്നൊക്കെ നമുക്ക് പറയാം, മല്ലുപിടുത്തം. അപ്പൊ ആ രീതിയിൽ മൽഹോത്രേനെ സ്പോർട്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സ് VK മൽഹോത്ര. ഇനി അതേപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സിലെ അംഗങ്ങളായിട്ടുള്ള 2 വ്യക്തികളെ കൂടി ഒന്ന് പഠിച്ചിരിക്കുക. യോഗേശ്വർ ദത്തും ദീപാ മാലിക്കും. ദീപാ മാലിക്കിനെ പഠിക്കാനായിട്ട് പാടൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മല്ല് പിടിക്കുന്ന കാര്യം ഓർത്താൽ മതി. ഇതാണ് മാലിക് അല്ലെ. ഇപ്പൊ മല്ല് സ്പോർട്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ യോഗേശ്വർ ദത്തിന്റെ കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അടുത്ത നോക്കാം. ദ ഫോറം ഓഫ് ദ ഇലക്ഷൻ മാനേജ്മെന്റ് ബോഡീസ് ഓഫ് സൗത്തിന്റെ ചെയർമാൻ ആരാണ്? ദ ഫോറം ഓഫ് ദി ഇലക്ഷൻ മാനേജ്മെന്റ് ബോഡീസ് ഓഫ് സൗത്തിന്റെ ചെയർമാൻ സുനിൽ അറോറയാണ്. ഓക്കെ, സുനിൽ അറോറയാണ്.
സുനിൽ അറോറയെ നമുക്ക് ഇലക്ഷനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമുക്കറിയാം, ഇലക്ഷനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഈ വോട്ട് ചെയ്യുന്നത് ഒരു ചെറിയ അറയിലാണ് അല്ലെ, ഒരു ചെറിയ അറ പോലുള്ള ഒരു സ്പേസിലാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ആ രീതിയിൽ അറ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അടുത്തത് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? തരൺജിത് സിംഗ് സന്ധു ആണ് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അടുത്ത നമുക്ക് നോക്കാം, ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. പരോക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് എം അജിത് കുമാർ ആണ്. ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് എം അജിത് കുമാർ ആണ്. അടുത്തത് ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രഥമ അംബാസിഡർ. ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ ആദ്യത്തെ അംബാസിഡർ ആണ് ജോ വാലേഡി അൽമേഡ. ഓക്കെ, ഇതൊക്കെ വായിക്കുന്ന ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രഥമ അംബാസിഡർ ആണ് ജോ വാലിഡെ അൽമേഡ. എനിക്ക് അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? സുരേഷ് എൻ പട്ടേൽ ആണ് കേട്ടോ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സുരേഷ് എൻ പട്ടേൽ ആണ്. ഓർത്തിരിക്കാനായിട്ട് എന്താണ് ഈ പട്ടയൊക്കെ പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? വിജിലൻസുകാർ എല്ലായിടത്തും വരും അല്ലെ, സെർച്ച് ചെയ്യാനായിട്ട് എല്ലായിടത്തും വരും. അപ്പൊ ഈ പട്ടയൊക്കെ, ഈ മദ്യയില്ലേ പട്ടയൊക്കെ എവിടെയെങ്കിലും കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കാനായിട്ട് വിജിലൻസുകാർ വരില്ലേ? അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാം. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സുരേഷൻ പട്ടേൽ. അടുത്തത് ISROയുടെ വ്യവസായ യൂണിറ്റായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാൻ ആരാണ്? ജി നാരായണനാണ് കേട്ടോ. ISROയുടെ വ്യാവസായിക യൂണിറ്റായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാനാണ് ജി നാരായണൻ. ഓർത്തിരിക്കാനായിട്ട് അങ്ങനെ ട്രിക്കൊന്നും കിട്ടിയില്ല. പിന്നെന്താണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് അല്ലെ, സ്പേസ് ആണ്, ആകാശത്താണ്. അപ്പൊ എന്താണ്, ദൈവങ്ങളൊക്കെ എവിടെയാണ്? ആകാശത്താണെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ നമുക്ക്. അപ്പൊ എന്താണ്, നാരായണൻ ഒരു ദൈവമാണ് അല്ലെ, നമ്മുടെ വിഷ്ണു ഭഗവാൻ പറയുന്ന മറ്റൊരു പേരാണ്. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അടുത്തത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിററ്റസ് പ്രൊഫസർ ആരാണ്? MT വാസുദേവൻ നായരാണ് കേട്ടോ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിററ്റസ് പ്രൊഫസറാണ് MT വാസുദേവൻ നായർ. അടുത്തത് നബാർഡ് ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? നബാർഡ് ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ചിന്താല ഗോവിന്ദരാജലു. ഓക്കെ, ചിന്താല ഗോവിന്ദരാജലു ആണ് നബാർഡ് ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി. ഓർത്തിരിക്കാനായിട്ട് നബാർഡ് എന്നല്ലേ. അപ്പൊ ബാഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ഓർത്ത് നോക്കി. എന്താണ്? നമുക്കറിയാലേ, ഒത്തിരി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാഡ് ഹാബിറ്റ് തന്നെയാണ്. എന്താണ്? വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബാഡ് ഹാബിറ്റ് ആണ്. അപ്പൊ ആ രീതിയിൽ ചിന്താല ഗോവിന്ദരാജലു നബാർഡ് ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി. ഓക്കെ, അടുത്തത് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് S മണികുമാർ ആണ് കേട്ടോ. S മണികുമാർ ആണ്. ഓർത്തിരിക്കാനായിട്ട് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഹൈ ലെവൽ എന്നൊക്കെ പറയണമെങ്കിൽ എന്താണ്? നല്ല കാശ് വേണം അല്ലെ, നല്ല മണി വേണം. അപ്പൊ ആ രീതിയിൽ S മണികുമാറിനെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. അടുത്തത് പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ CEO ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് രാജേഷ് കുമാർ സിംഗ്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ CEO ആയിട്ട് നിയമിതനായ വ്യക്തി രാജേഷ് കുമാർ സിംഗ് ആണ് കേട്ടോ. പഠിച്ചിരിക്കുക, രാജേഷ് കുമാർ സിംഗ്. നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി VP ജോയ് ആണ് കേട്ടോ. VP ജോയ് ആണ് നിലവിലെ ചീഫ് സെക്രട്ടറി. അടുത്ത ചോദ്യം, കുവൈറ്റിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതനായത് ആരാണ്? സിബി ജോർജ് ആണ് കുവൈറ്റിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതനായത്. ഓക്കെ, അടുത്ത നോക്കാം, കേരള ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ച് ആരാണ്? കേരള ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ച് ടിനു യോഹനാൻ ആണ്. കേരള ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചാണ് ടിനു യോഹനാൻ. അടുത്ത ചോദ്യം, ലെബനന്റെ പ്രധാനമന്ത്രി ആരാണ്? ലെബനനിലെ പ്രധാനമന്ത്രി സാദ് ഹരീരിയാണ് കേട്ടോ. സാദ് ഹരീരിയാണ് ലെബനനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം,
സ്വകാര്യ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. ഓക്കെ, സ്വകാര്യ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. ഫിൻലാൻഡിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ ആരാണ്? ഫിൻലാൻഡിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ രവീഷ് കുമാർ ആണ് കേട്ടോ. രവീഷ് കുമാർ ആണ് ഫിൻലാൻഡിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ. യു കെയിലേക്കുള്ള ഇന്ത്യയുടെ ഹൈ കമ്മീഷണർ ആരാണ്? യു കെയിലേക്കുള്ള ഇന്ത്യയുടെ ഹൈ കമ്മീഷണർ ആണ് ഗെയ്ത്രി കുമാർ. ഗെയ്ത്രി കുമാർ ആണ് യു കെയിലേക്കുള്ള ഇന്ത്യയുടെ ഹൈ കമ്മീഷണർ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആരാണ്? സൊനാജരിയ മിൻസ് ആണ് കേട്ടോ. ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആണ് സോനാജരിയ മിൻസ്. ഓക്കെ, അടുത്ത ചോദ്യം. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ വ്യോമസേനാധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട കറുത്ത വർഗ്ഗക്കാരൻ ആരാണ്? ജനറൽ ചാൾസ് ക്യൂ ബ്രൗൺ ജൂനിയർ ആണ്. ജനറൽ ചാൾസ് ക്യൂ ബ്രൗൺ ജൂനിയർ ആണ് ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ വ്യോമസേനാധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട കറുത്ത വർഗ്ഗക്കാരൻ. അത് ഓർത്തിരിക്കാനായിട്ട് എന്താണ് കറുത്ത വർഗ്ഗക്കാരനാണ് അല്ലെ. അപ്പൊ എന്താണ് ബ്രൗൺ കളറുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ വ്യോമസേനാധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട കറുത്ത വർഗ്ഗക്കാരനാണ് ജനറൽ ചാൾസ് ക്യൂ ബ്രൗൺ ജൂനിയർ. ഓക്കെ, അടുത്തത് UN രക്ഷാസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അംഗത്വം നേടിയ രാജ്യങ്ങളാണ് നമ്മുടെ ഇന്ത്യ, പിന്നെ നോർവേ, അയർലൻഡ്, മെക്സിക്കോ. ഓക്കെ, ഇന്ത്യ 8ാമത്തെ തവണയാണ് കേട്ടോ UN രക്ഷാസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ അംഗത്വം നേടുന്നത്. ഓക്കെ, UN രക്ഷാസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അംഗത്വം നേടിയ രാജ്യങ്ങളാണ് ഇന്ത്യ, നോർവേ, അയർലൻഡ്, മെക്സിക്കോ. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് KV മനോജ് കുമാർ. ഓക്കെ, KV മനോജ് കുമാർ ആണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം. പഞ്ചാബിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? പഞ്ചാബിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് വിനി മഹാജൻ. ഓക്കെ, വിനി മഹാജൻ ആണ് പഞ്ചാബിന്റെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ ശ്രീകാന്ത് മാധവ് വൈദ്യാണ്. ശ്രീകാന്ത് മാധവ് വൈദ്യാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അല്ലെ. ഈ ഓയിലൊക്കെ ഇട്ടിട്ട് എന്താണ് നമ്മൾ വൈദ്യന്റെ അടുത്ത് അല്ലെ, ഈ ആയുർവേദത്തിലൊക്കെ പോകുമ്പോഴല്ലേ ഓയിലൊക്കെ ഇട്ടിട്ട് തിരുമുന്നത്? വൈദ്യന്റെ അടുത്ത് പോകുമ്പോഴാണ് ഓയിലൊക്കെ ഇട്ടിട്ട് തിരുമുക, അല്ലെങ്കിൽ ഓയിലൊക്കെ നമുക്ക് തരുന്നത്. ആ രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാനാണ് ശ്രീകാന്ത് മാധവ് വൈദ്യ. അടുത്ത ചോദ്യം. ഐക്യരാഷ്ട്രസഭയിലെയും ജനീവയിലെ മറ്റു അന്താരാഷ്ട്ര സംഘടനകളിലെയും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ദിരാമണി പാണ്ഡെയാണ്. ഇന്ദിരാമണി പാണ്ഡെയാണ് ഐക്യരാഷ്ട്രസഭയിലെയും ജനീവയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലെയും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഓക്കെ, കിട്ടിയോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. അയർലൻഡ് പ്രധാനമന്ത്രി ആരാണ്? അയർലൻഡിന്റെ പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ ആണ്. അയർലൻഡിന്റെ പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ ആണ്. ഓർത്തിരിക്കാനായിട്ട് നമുക്കിപ്പോ എന്താണ് ഒരു കാര്യം അയലത്തുള്ളവരെയൊക്കെ അറിയിക്കണമെങ്കിൽ എന്താണ് നമ്മൾ മൈക്കി കൂടെ പറയാം അല്ലെ. ആ രീതിയിൽ ഓർത്തിരിക്കാം. ഓക്കെ, ഇപ്പൊ അയർലൻഡിലെ പ്രധാനമന്ത്രിയുടെ പേര് മൈക്കിൾ മാർട്ടിൻ. മൈക്കിൾ മാർട്ടിൻ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ്. സോളിസിറ്റർ ജനറൽ ആണെങ്കിൽ തുഷാർ മേത്തയും. ഓക്കെ, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ഓക്കെ, നോക്കാം. മണിപ്പൂർ ഗവർണർ ആരാണ്? മണിപ്പൂരിലെ ഇപ്പോഴത്തെ ഗവർണർ നജ്മ ഹെപ്തുള്ളയാണ്. നജ്മ ഹെപ്തുള്ളയാണ്. നമുക്കറിയാലേ ഇച്ചിരി കാശ് ഇച്ചിരി മണി നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. തുള്ളിച്ചാടും അല്ലെ, തുള്ളിച്ചാടും. നജ്മ ഹെപ്തുള്ള. മണി കിട്ടിക്കഴിഞ്ഞാൽ തുള്ളിച്ചാടും. നജ്മ ഹെപ്തുള്ള. ഓക്കെ, ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇനി അടുത്തത് കിർഗിസ്ഥാൻ പ്രധാനമന്ത്രി. കിർഗിസ്ഥാനിലെ പ്രധാനമന്ത്രി കുബറ്റ് ബെക് ബോറോണോവ് ആണ്. ഓക്കെ, കുബറ്റ് ബെക് ബോറോണോവ് ആണ് കിർഗിസ്ഥാനിലെ പ്രധാനമന്ത്രി. ഫ്രാൻസിലെ പ്രധാനമന്ത്രിയാണെങ്കിലോ ഫ്രാൻസിലെ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ് ആണ്. ജീൻ കാസ്റ്റെക്സ് ആണ്
ഫ്രാൻസിലെ പ്രധാനമന്ത്രി. ഓർത്തിരിക്കാനായിട്ട് നമുക്കറിയാലോ, ഇപ്പൊ ഫിലിം സ്റ്റാർസിനൊക്കെ ഒരുപാട് ഫാൻസ് കാണും. നമ്മളിപ്പോ ഒരാളുടെ ഒരു ഫിലിം സ്റ്റാറിന്റെ ഭയങ്കര ഫാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ മൂവീസിന്റെ ഒക്കെ കാസറ്റ് കളക്ട് ചെയ്യാനായിട്ട് നോക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ ഫാൻസ് കാസറ്റ് കളക്ട് ചെയ്യുന്ന ഓർത്താൽ മതി. അപ്പൊ എന്താണ്? ഫ്രാൻസിലെ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റിക്സ് ആണെന്ന് കിട്ടില്ലേ? അടുത്ത ചോദ്യം, പാക് സൈന്യത്തിൽ ലഫ്റ്റനന്റ് ജനറൽ ആയിട്ട് നിയമിതയായ ആദ്യത്തെ വനിതയാണ് നിഗർ ജോഹർ. നിഗർ ജോഹർ. തുർക്കമേനിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡർ ആണ് ഡോക്ടർ വിധു പി നായർ. തുർക്കമേനിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡറിന്റെ പേര് ഡോക്ടർ വിധു പി നായർ. ക്രൊയേഷ്യയുടെ പ്രധാനമന്ത്രി ആൻഡ്രേഡ് പ്ലങ്കോവിയാണ്. ക്രൊയേഷ്യയുടെ പ്രധാനമന്ത്രി ആൻഡ്രേഡ് പ്ലങ്കോവിയാണ്. ഓക്കെ, മധ്യപ്രദേശിലെ പുതിയ ഗവർണർ ആരാണ്? മധ്യപ്രദേശിലെ പുതിയ ഗവർണർ മംഗൂഭായ് സി പട്ടേലാണ്. ഓക്കെ, മംഗൂഭായ് സി പട്ടേലാണ് മധ്യപ്രദേശിലെ പുതിയ ഗവർണർ. ഓക്കെ, പട്ടയും മധ്യവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. മംഗൂഭായ് സി പട്ടേൽ മധ്യപ്രദേശിലെ പുതിയ ഗവർണറാണ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയാണ് അർച്ചന സോറങ്. ഓക്കെ, അർച്ചന സോറങ്. അടുത്ത നോക്കാം, കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറാണ് ഒ സജിത. ഓക്കെ, ഒ സജിതയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ. അടുത്ത ചോദ്യം, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റ് ആരാണ്? അശോക് ലവാസയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റ്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാനാണ് ആർ നാരായണസ്വാമി. ഓക്കെ, ആർ നാരായണസ്വാമി. ഇനി അടുത്ത ചോദ്യം, ഗാബോൺ രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? റോസ് ക്രിസ്റ്റ്യൻ ഒസൌക്ക റാപ്പോണ്ട. ഞങ്ങൾക്ക് പേരല്ലേ. ഗാബോൺ രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് റോസ് ക്രിസ്റ്റ്യൻ ഒസൌക്ക റാപ്പോണ്ട. അടുത്ത ചോദ്യം, കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? മനോജ് സിൻഹയാണ് കേട്ടോ. മനോജ് സിൻഹയാണ്. ഓർത്തിരിക്കേണ്ട, ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് അല്ലെ. മനോഹരമായ സ്ഥലമാണ് ജമ്മു കാശ്മീർ. മനോഹരം. മനോജ് സിൻഹ. ആ രീതി കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ എന്താണ്? കാശ്മീരാണ് അല്ലെ. കാശ് എന്നുണ്ടല്ലേ. അപ്പൊ എന്താണ്? കാശൊക്കെ ഭയങ്കര കാശൊക്കെ ഉള്ള ആൾക്കാർ എന്താണ്? സിംഹത്തെ വരെ വാങ്ങി വളർത്തുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ, ആ രീതിയിൽ സിംഹം, സിൻഹ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക ജമ്മു കാശ്മീരുമായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ആൻസർ. അടുത്ത നോക്കാം, സെബിയുടെ ചെയർമാൻ ആരാണ്? സെബിയുടെ ചെയർമാനാണ് അജയ് ത്യാഗി. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അജയ് ത്യാഗിയാണ്. UPSC ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് പ്രദീപ് കുമാർ ജോഷി. പ്രദീപ് കുമാർ ജോഷിയാണ് UPSC ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണ്? ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെയാണ്. മഹിന്ദ രാജപക്സെയാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായിട്ട് നിയമിതനായ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? രാജേഷ് ഭൂഷൺ ആണ് കേട്ടോ. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായിട്ട് നിയമിതനായ IAS ഉദ്യോഗസ്ഥനാണ് രാജേഷ് ഭൂഷൺ. ഓക്കെ, രാജേഷ് ഭൂഷൺ. അടുത്ത ചോദ്യം, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ സോമ മോണ്ടൽ ആണ്. ഓക്കെ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ സോമ മോണ്ടൽ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നേവിയുടെ ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസ് ആയിട്ട് നിയമിതനായതാരാണ്? വൈസ് അഡ്മിറൽ രാജേഷ് പെന്താർക്കർ ആണ് ഇന്ത്യൻ നേവിയുടെ ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസ് ആയിട്ട് നിയമിതനായത് വൈസ് അഡ്മിറൽ രാജേഷ് പെന്താർക്കർ ആണ്. അടുത്തത്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? രാകേഷ് അസ്താനയാണ്. ഓക്കെ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറൽ രാകേഷ് അസ്താനയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ പ്രഖ്യാപിച്ചത് ആരെയാണ്? കമല ഹാരിസിനെയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. കമല ഹാരിസ്. അടുത്ത ചോദ്യം, ഗോവയുടെ പുതിയ ഗവർണർ ആരാണ്? ഗോവയുടെ പുതിയ ഗവർണർ ഭഗത് സിംഗ് കൊഷ്യാരിയാണ്. ഓക്കെ, ഗോവയുടെ പുതിയ ഗവർണർ ഭഗത് സിംഗ് കൊഷ്യാരിയാണ്. അദ്ദേഹം തന്നെയാണ് മഹാരാഷ്ട്രയുടെയും ഗവർണർ. ഓക്കെ, മഹാരാഷ്ട്രയുടെയും ഗോവയുടെയും ഗവർണർ ഒരേ വ്യക്തിയാണ്
ഭഗത് സിംഗ് കൊഷ്യാരി. മേഘാലയയുടെ ഗവർണറും സെയിം ആള് തന്നെയാണ്. ഭഗത് സിംഗ് കൊഷ്യാരി തന്നെയാണ് മേഘാലയയുടെയും ഗവർണർ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചിരിക്കാം. അടുത്ത ചോദ്യം, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റിന്റെ പേര് ലൂയിസ് കൊഡോൾഫോ അബിനാദർ കൊറോണ. ഓക്കെ, കൊറോണ ഒക്കെ ഉണ്ടല്ലേ. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ലൂയിസ് കൊഡോൾഫോ അബിനാദർ കൊറോണ. അടുത്ത ചോദ്യം, പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ് കേട്ടോ. രാജീവ് കുമാറാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അതേപോലെ തന്നെ അനൂപ് ചന്ദ്ര പാണ്ഡെയുമുണ്ട്. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് രാജീവ് കുമാറിനെയും അനൂപ് ചന്ദ്ര പാണ്ഡെനെയുമാണ്. ശ്രദ്ധിക്കുക, ഞാൻ ചോദിച്ചത് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നാണ്, പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നല്ല കേട്ടോ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക കേട്ടോ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ സുശീൽ ചന്ദ്രയാണ്. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറിനെ ചോദിച്ചിട്ടുള്ളൂ. അതാണ് കേട്ടോ, ഒരു കൺഫ്യൂഷന്റെ കാര്യം ഒഴിവാക്കുക. അടുത്തത്, കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് MV ശ്രേയസ് കുമാർ. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് MV ശ്രേയസ് കുമാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ്? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനാണ് അവിക് സർക്കാർ. ഓക്കെ, അവിക് സർക്കാരാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ. അടുത്ത ചോദ്യം, ശ്രീനഗർ സെക്ടറിലെ ആദ്യത്തെ വനിതാ IG ആരാണ്? ശ്രീനഗർ സെക്ടറിലെ ആദ്യത്തെ വനിതാ IG ആണ് ചാരു സിൻഹ. ശ്രീനഗർ സെക്ടറിലെ ആദ്യത്തെ വനിതാ IG പേര് ചാരു സിൻഹ. അടുത്ത ചോദ്യം, അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റ് ആരാണ്? ജോ ബൈഡൻ ആണ് കേട്ടോ, അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റ്. അവരുടെ പ്രത്യേകത, അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ. അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ. അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആണ് കമല ഹാരിസ്. അമേരിക്കയുടെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റ് ആണ് കമല ഹാരിസ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, ന്യൂസിലാൻഡ് സർക്കാരിൽ മന്ത്രിപദത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സർക്കാരിൽ മന്ത്രിപദത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ. ബൊളീവിയയുടെ പ്രസിഡന്റ് ആരാണ്? ലൂയിസ് ആർസെയാണ്. ബൊളീവിയയുടെ പ്രസിഡന്റ് ലൂയിസ് ആർസെയാണ്. US ജനപ്രതിനിധി സഭയിലേക്ക് 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രമീള ജയപാൽ. US ജനപ്രതിനിധി സഭയിലേക്ക് 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രമീള ജയപാൽ. ഇന്ത്യയുടെ 11ാമത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ 11ാമത്തെ വിവരാവകാശ കമ്മീഷണറാണ് യശ്വർദ്ധൻ കുമാർ സിൻഹ. ഓക്കെ, യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് ഇന്ത്യയുടെ 11ാമത്തെ വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, അടുത്തത്, 3ാം തവണയും ഗിനിയയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? 3ാം തവണയും ഗിനിയയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആൽഫ കൊണ്ടയാണ്. 3ാം തവണയും ഗിനിയയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആൽഫ കൊണ്ട. അടുത്ത ചോദ്യം, ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ നിലവിലുള്ളത് അഞ്ജു ബോബി ജോർജ് ആണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ കേരളം പ്രചാരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുത്തത് ഗോപിനാഥ് മുതുകാടിനെയാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ കേരളം പ്രചാരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുത്തത് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഗോപിനാഥ് മുതുകാട്. യുനെസ്കോയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത് വിശാൽ വി വർമ്മയാണ്. വിശാൽ വി വർമ്മയാണ് യുനെസ്കോയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത്. ന്യൂസിലാൻഡിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ജസീന്ത ആൻഡേലാണ് കേട്ടോ. ന്യൂസിലാൻഡിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ജസീന്ത ആൻഡേലാണ്. അടുത്തത്, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഡയറക്ടർ ജനറലായിട്ട് സ്ഥാനമേറ്റത് MA ഗണപതിയാണ്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഡയറക്ടർ ജനറലായിട്ട് സ്ഥാനമേറ്റത് MA ഗണപതിയാണ്. SBTയുടെ ചെയർമാൻ, SBTയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ദിനേശ് കുമാർ ഖാരെയാണ്. SBTയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ദിനേശ് കുമാർ ഖാരെയാണ്. ബെൽജിയത്തിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡിക്രൂ ആണ്. ഓക്കെ, അലക്സാണ്ടർ ഡിക്രൂ ആണ് ബെൽജിയത്തിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ PD വഗേലയാണ് കേട്ടോ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ PD വഗേലയാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റ്
എൽ ആദിമൂലമാണ്. നമുക്കറിയാലേ ന്യൂസ് പേപ്പർ ഒക്കെയാണല്ലേ ഒരു ദിവസത്തിന്റെ തന്നെ ആദ്യം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആദ്യമാണ് ന്യൂസ് പേപ്പർ കിട്ടുന്നത്. അപ്പൊ ആദിമൂലം ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണ് എൽ ആദിമൂലം. ഓർത്തിരിക്കാം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അധ്യക്ഷൻ ആരാണ്? നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അധ്യക്ഷനാണ് പരേഷ് റാവൽ. ഓക്കെ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അധ്യക്ഷനാണ് പരേഷ് റാവൽ. ഓക്കെ, നമുക്കറിയാലേ ഈ ഡ്രാമയൊക്കെ കളിക്കുക നമ്മൾ പറയില്ലേ, ചുമ്മാ ഡ്രാമ കളിക്കാതെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്താണ്? പാരകളാണല്ലേ. നമുക്ക് പാര വെക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഡ്രാമ കളിച്ച് നിൽക്കുന്നത്. ഓക്കെ, ഒറിജിനലായിട്ട് നിൽക്കാതെ ഫേക്ക് ആയിട്ട് ഡ്രാമ കളിച്ച് നിൽക്കുന്നത് പാര വെക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അധ്യക്ഷൻ പരേഷ് റാവൽ. ഓക്കെ, അടുത്തത് ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് അനിൽ ജൈൻ ആണ്. ഓക്കെ, അനിൽ ജൈൻ ആണ് ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷന്റെ പ്രസിഡന്റ്. രാജ്യസഭാ ഉപാധ്യക്ഷൻ ആരാണ്? ഇപ്പോഴത്തെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ് ആണ് കേട്ടോ. ഹരിവംശ നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമീർ കുമാർ ഖാരെയാണ്. സമീർ കുമാർ ഖാരെയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ നിയമിതരാകുന്ന ആദ്യത്തെ വനിതകളാണ് റിതി സിംഗും കുമുദിനി ത്യാഗിയും. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ നിയമിതരാകുന്ന ആദ്യത്തെ വനിതകളാണ് റിതി സിംഗും കുമുദിനി ത്യാഗിയും. ഓക്കെ, പോർച്ചുഗലിലേക്കുള്ള പുതിയ അംബാസിഡർ ആണ് മനീഷ് ചൌഹാൻ. പോർച്ചുഗലിലേക്കുള്ള പുതിയ അംബാസിഡർ ആണ് മനീഷ് ചൌഹാൻ. മാലിയുടെ താൽക്കാലിക പ്രസിഡന്റ് ആണ് അസിമി ഗോയിത്ത. ഓക്കെ, മാലിയുടെ താൽക്കാലിക പ്രസിഡന്റ് ആണ് അസിമി ഗോയിത്ത. ഹു ഫൗണ്ടേഷന്റെ പ്രഥമ സിഇഒ ആരാണ്? ഹു ഫൗണ്ടേഷന്റെ പ്രഥമ സിഇഒ അനിൽ സോണിയാണ്. ഹു ഫൗണ്ടേഷന്റെ പ്രഥമ സിഇഒ അനിൽ സോണിയാണ്. കുവൈറ്റിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സാബ അൽ ഖാലിദ് അൽ ഹമാദ് അൽ സാബയാണ്. ഓക്കെ, കുവൈറ്റിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സാബ അൽ ഖാലിദ് അൽ ഹമദ് അൽ സാബയാണ്. ഓക്കെ, അടുത്ത നോക്കാം. സിഡ്ബിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ വ്യക്തി ശിവസുബ്രഹ്മണ്യം രാമനാണ് കേട്ടോ. ശിവസുബ്രഹ്മണ്യൻ രാമൻ അല്ലെങ്കിൽ എസ് രാമനാണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സിഡ്ബി. സിഡ്ബിയുടെ ഇപ്പോഴത്തെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ വ്യക്തിയാണ് ശിവസുബ്രഹ്മണ്യം രാമൻ. ഓക്കെ, അടുത്തത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പുതിയതായി രൂപീകരിച്ച പദവിയാണ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. ഇപ്പോ ആ ഒരു പദവിയിൽ ഇരിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ പരംജിത് സിംഗ് ആണ് കേട്ടോ. ലഫ്റ്റനന്റ് ജനറൽ പരംജിത് സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പുതിയതായി രൂപീകരിച്ച പദവിയായ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിട്ട് നിയമിതനായിരിക്കുന്നത്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായിട്ട് നിയമിതനാകുന്ന ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വംശജനാണ് ലോയിഡ് ഓസ്റ്റിൻ. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായിട്ട് നിയമിതനാകുന്ന ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വംശജനാണ് ലോയിഡ് ഓസ്റ്റിൻ. ബീഹാറിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേര് നിതീഷ് കുമാർ. ബീഹാറിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേര് നിതീഷ് കുമാർ. ബീഹാറിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയുടെ പേര് രേണു ദേവി. ബീഹാറിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയുടെ പേര് രേണു ദേവി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് കുമാർ മിശ്ര. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് കുമാർ മിശ്ര. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സിഇഒ ആരാണ്? എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സിഇഒ ആണ് അലോക് സിംഗ്. അലോക് സിംഗ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഇപ്പോഴത്തെ സിഇഒ. ബഹ്റൈൻ പ്രധാനമന്ത്രി ആരാണ്? ബഹ്റൈനിലെ പ്രധാനമന്ത്രിയാണ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ. ഓക്കെ, ബഹ്റൈനിലെ പ്രധാനമന്ത്രിയുടെ പേര് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് ബോറിസ് ജോൺസൺ. ഓക്കെ, ബോറിസ് ജോൺസൺ ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഒമാന്റെ പുതിയ ഭരണാധികാരി ആരാണ്? ഒമാനിലെ പുതിയ ഭരണാധികാരിയാണ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബിൻ തൈമുർ അൽ സയ്യിദ്. ഓക്കെ, ഒമാന്റെ പുതിയ ഭരണാധികാരിയാണ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബിൻ തൈമുർ അൽ സയ്യിദ്. റഷ്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് മിഖായൽ മിഷൂസ്തീൻ. ഓക്കെ, റഷ്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മിഖായൽ മിഷൂസ്തീനും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമാണ്. ഓക്കെ, വ്ളാഡിമിർ പുടിൻ ആണ് റഷ്യയുടെ പ്രസിഡന്റ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രിയോട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞേക്കാം, മിഖായൽ മിഷൂസ്തീൻ ആണ്. ന്യൂഡൽഹി മുഖ്യമന്ത്രിയായി മൂന്നാമതും സ്ഥാനമേറ്റത് അരവിന്ദ് കെജ്രിവാൾ. എല്ലാവർക്കും അറിയായിരിക്കും.
അരവിന്ദ് കെജ്രിവാളാണ് ന്യൂഡൽഹി മുഖ്യമന്ത്രിയായി മൂന്നാമതും സ്ഥാനമേറ്റത്. ബ്രിട്ടന്റെ പുതിയ ആഭ്യന്തരമന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് പ്രീതി പട്ടേൽ. ബ്രിട്ടന്റെ പുതിയ ആഭ്യന്തരമന്ത്രിയായിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയാണ് പ്രീതി പട്ടേൽ. അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റിന്റെ പേര് അഷ്റഫ് ഘാനിയാണ് അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ്. രാഷ്ട്രപതി രാജ്യസഭാംഗമായി നിർദ്ദേശം ചെയ്ത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് രഞ്ജൻ ഗൊഗോയ്. രാഷ്ട്രപതി രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്ത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരാണ് രഞ്ജൻ ഗൊഗോയ്. 2020 അന്താരാഷ്ട്ര ബാലിക ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസം ഫിൻലാൻഡ് പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലികയുടെ പേരാണ് അവ മുർത്തോ. 2020 അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസം ഫിൻലാൻഡിലെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലികയുടെ പേര് അവ മുർത്തോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2020 PSC ബുള്ളറ്റിൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പദവികൾ എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് 2021 പോകാം. ആദ്യത്തെ ചോദ്യം, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? PT ഉഷയാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ PT ഉഷയാണ്. സുപ്രീം കോടതിയുടെ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് NV രമണ. സുപ്രീം കോടതിയുടെ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് NV രമണയാണ്. ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ ആണ്. ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ ആണ്. കണക്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം അല്ലെ. നമുക്കിപ്പം സാധനമൊക്കെ വാങ്ങിച്ച് ബില്ല് കിട്ടുമ്പോഴത്തേക്കിന് നമ്മൾ എന്താണ് ബില്ലൊക്കെ കണ്ട് കണ്ണും തള്ളി നമ്മൾ ഒന്ന് ആകാശത്തോട്ട് നോക്കും അല്ലെ. അപ്പൊ ബഹിരാകാശം ബിൽ നെൽസൺ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? തോമസ് ബാക്ക് ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസ് ബാക്ക് ആണ്. നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നമുക്കറിയാം അല്ലെ, ഒളിമ്പിക് കമ്മിറ്റിയാണ്. അപ്പൊ നമുക്ക് ഒളിക്കുന്ന കാര്യം ഓർക്കാലോ. നമ്മളിപ്പം കുഞ്ഞു പിള്ളേരൊക്കെ ഒളിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒക്കെ ബാക്കിൽ പോയി ഒളിക്കുന്ന കണ്ടിട്ടില്ലേ? ആ രീതിയിൽ തോമസ് ബാക്ക് ഒളിമ്പിക് കമ്മിറ്റി കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. കേരള IT പാർക്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ജോൺ M തോമസ്. കേരള IT പാർക്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ജോൺ M തോമസ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? MA ഗണപതിയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ. നമ്മൾ സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും അല്ലെ. അപ്പൊ ഗണപതിയോട് പ്രാർത്ഥിക്കും നോർത്താൽ മതി. അപ്പൊ MA ഗണപതി കണക്ട് ചെയ്തെത്താനായിട്ട് പറ്റില്ലേ സെക്യൂരിറ്റി ഗാർഡുമായിട്ട്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് MA ഗണപതി. ടാൻസാനിയയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റിന്റെ പേര് സാമിയ സുലുഹു എന്നാണ്. ടാൻസാനിയയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് സാമിയ സുലുഹു. CRPFന്റെ ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് ആണ്. CRPFന്റെ ഡയറക്ടർ ജനറൽ ആണ് കുൽദീപ് സിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആരാണ്? ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി തരുൺ ബജാജ് ആണ്. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറി അജയ് സേത്ത് ആണ്. അജയ് സേത്തിനെ സാമ്പത്തികമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. സേത്ത് അല്ലെ, സ്വത്തെന്ന് ഓർത്താ പോരെ. സ്വത്ത് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് എന്തായാലും കണക്ഷൻ കിട്ടും. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറി അജയ് സേത്ത് ആണ്. BCCIയുടെ അഴിമതി വിരുദ്ധ യൂണിറ്റിന്റെ മേധാവിയായിട്ട് നിയമിതനായത് ഷബീർ ഹുസൈൻ ഷേഖ് ആദം ഖൻവാലയാണ്. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഗ്യുവൻ സുവാൻ ഫുക്ക് ആണ് പ്രധാനമന്ത്രി ഫാം മിൻ ചിന്നാണ്. അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് വായിച്ചു വിടുന്നത് ഇന്ത്യയും കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത കാര്യമായതുകൊണ്ടാണ് അടുത്തത്, കേരളത്തിൽ നിന്നും ഏറ്റവും അവസാനം രാജ്യസഭാംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് PV അബ്ദുൾ വഹാബ്, ജോൺ ബ്രിട്ടാസ്, ഡോക്ടർ V ശിവദാസ് എന്നിവരാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും അവസാനം രാജ്യസഭാംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് PV അബ്ദുൾ വഹാബ്, ജോൺ ബ്രിട്ടാസ്, ഡോക്ടർ V ശിവദാസ് എന്നിവരെയാണ് അടുത്ത ചോദ്യം, വോൾട്ട് ഡിസ്നി കമ്പനി ഇന്ത്യയുടെയും അതേപോലെ തന്നെ സ്റ്റാർ ഇന്ത്യയുടെയും പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് K മാധവൻ. K മാധവനെ അറിയാലോ, ഏഷ്യാനെറ്റിന്റെ ആ ഒരു പുള്ളി. K മാധവനാണ് വോൾട്ട് ഡിസ്നി കമ്പനി ഇന്ത്യയുടെയും അതേപോലെ തന്നെ സ്റ്റാർ ഇന്ത്യയുടെയും പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? പൂനം ഗുപ്തയാണ് പൂനം ഗുപ്തയാണ് നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിന്റെ പുതിയ ഡയറക്ടർ ജനറൽ. ക്യൂബ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേധാവി ഇപ്പൊ ആരാണ്? മിഗ്വൽ ഡിയാസ് കാനൽ ആണ്. ക്യൂബ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേധാവി ആരാണ്? മിഗ്വൽ ഡയാസ് കാനൽ ആണ്.
US എൻവോയ് ടു ഇന്ത്യ ആരാണ്? എറിക് ഗാർസെറ്റിയാണ് US എൻവോയ് ടു ഇന്ത്യ ആയിട്ട് നിയമിതനായത്. ഓക്കെ, മുഖ്യമന്ത്രിമാര്, കുറച്ച് മുഖ്യമന്ത്രിമാരെ അടുത്തായിട്ട് നമുക്ക് നോക്കാം. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ്? MK സ്റ്റാലിനാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി. ഓക്കെ, പുതുച്ചേരിയിലെ ആണെങ്കിൽ N രംഗസ്വാമിയാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലേ, പുതുച്ചേരി എന്ന് പറയുമ്പോൾ കച്ചേരി എന്ന് ഓർക്കാലോ. കച്ചേരിയൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഒരു രംഗത്താണല്ലോ, ഒരു അരങ്ങിലാണ്. അപ്പൊ ആ രീതിയിൽ രംഗസ്വാമി കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയാണ്, നമുക്കെല്ലാം അറിയുന്ന കാര്യമായിരിക്കും. അടുത്തത് ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഓക്കെ, ഹിമന്ത ബിശ്വ ശർമ്മ ആസാം. കണക്ട് ചെയ്യട്ടെ. ഹിമം എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞാണ് അല്ലെ. ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളത് എല്ലാവരുടെയും ആശയമായിരിക്കും അല്ലെ, എല്ലാവരുടെയും ആശയമായിരിക്കും. അപ്പൊ ആശ, ആസാം, ഹിമം, ഹിമന്ത കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അടുത്തത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ്? ഹർഷവർദ്ധൻ ശൃംഗ്ലയാണ്. ഓക്കെ, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ഹർഷവർദ്ധൻ ശൃംഗ്ലയാണ്. ഓക്കെ, അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനാണ് വിജയ് ശമ്പള. ഓക്കെ, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനാണ് വിജയ് ശമ്പള. ഓക്കെ, അടുത്ത നോക്കാം. 2019 കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച വ്യക്തികളാണ് P വത്സലയും NVP ഉണ്ണിത്തിരിയും. ഓക്കെ, 2019 കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച വ്യക്തികളാണ് P വത്സലയും NVP ഉണ്ണിത്തിരിയും. ഓക്കെ, സിറിയയിലെ ഇന്ത്യൻ അംബാസിഡറിന്റെ പേര് മഹേന്ദർ സിംഗ് കന്യാൾ എന്നാണ് കേട്ടോ. സിറിയയിലെ ഇന്ത്യൻ അംബാസിഡറിന്റെ പേര് മഹേന്ദർ സിംഗ് കന്യാൾ എന്നാണ്. ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രി മാരിയോ ദ്രോഗിയാണ് കേട്ടോ. ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രി മാരിയോ ദ്രോഗിയാണ്. ഓക്കെ, അടുത്ത നോക്കാം. രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മല്ലികാർജുൻ ഖാർഗെനെയാണ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മല്ലികാർജുൻ ഖാർഗെനെയാണ്. മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭ പ്രതിപക്ഷ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അടുത്തത് ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് തിരത് സിംഗ് റാവത്ത്. ഓക്കെ, തിരത് സിംഗ് റാവത്താണ് ഉത്തരാഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രി. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർപേഴ്സൺ ആരാണ്? മേരി കോം ആണ്. നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അല്ലെ. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർപേഴ്സൺ മേരി കോം ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ചെയർമാൻ പ്രമോദ് ചന്ദ്ര മോദിയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ചെയർമാൻ പ്രമോദ് ചന്ദ്ര മോദിയാണ്. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോൾ ആരാണ്? വിശ്വാസ് മേത്തയാണ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അപ്പൊ അത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് എന്താണ്, നമ്മൾ ഈ വിവരങ്ങളൊക്കെ കൈമാറുന്ന അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾക്കായിരിക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ വിശ്വാസ് മേത്തേനെ വിവരവുമായിട്ട് കണക്ട് ചെയ്താൽ ഈ ഒരു സംഭവം കിട്ടില്ലേ. ഓക്കെ, ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ആയിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജന്റെ പേര് മജു വർഗീസ്. ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ആയിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജന്റെ പേര് മജു വർഗീസ്. ജോർജിയയുടെ പുതിയ പ്രധാനമന്ത്രിയുടെ പേര് ഇറാഖ്ലി ഗരീബാഷ്വിലി. ഓക്കെ, ജോർജിയയുടെ പുതിയ പ്രധാനമന്ത്രിയുടെ പേര് ഇറാഖ്ലി ഗരീബാഷ്വിലി. അമേരിക്കൻ വൈസ് പ്രസിഡന്റായ കമല ഹാരിസിന്റെ സാമ്പത്തിക നയ രൂപീകരണ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി അംഗമാണ് മൈക്കിൾ സി ജോർജ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സാമ്പത്തിക നയ രൂപീകരണ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി അംഗത്തിന്റെ പേര് മൈക്കിൾ സി ജോർജ്. അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയാണ് വനിത ഗുപ്ത. അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയുടെ പേര് വനിത ഗുപ്ത. ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ കൗൺസിൽ വിദഗ്ധ സമിതി അംഗമായിട്ട് നിയമിതനായത് MA യൂസഫ് അലി. ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ കൗൺസിൽ വിദഗ്ധ സമിതി അംഗമായിട്ട് നിയമിതനായത് MA യൂസഫ് അലി. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഉത്തരാഖണ്ഡിൽ ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച പെൺകുട്ടിയുടെ പേര് സൃഷ്ടി ഗോസ്വാമി. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഉത്തരാഖണ്ഡിൽ ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച പെൺകുട്ടിയുടെ പേര് സൃഷ്ടി ഗോസ്വാമി. പോർച്ചുഗൽ പ്രസിഡന്റിന്റെ പേര് മർസലോ റെബലോ ഡിസൂസ. പോർച്ചുഗൽ പ്രസിഡന്റിന്റെ പേര് മർസലോ റെബലോ ഡിസൂസ. അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റാണ് ജോ ബൈഡൻ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലെ ബ്യൂറോ ഓഫ് സെക്യൂരിറ്റിയിൽ നിയമിതനായ മലയാളിയാണ് YS യാസിയ.
ഓക്കെ, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലെ ബ്യൂറോ ഓഫ് സെക്യൂരിറ്റിയിൽ നിയമിതനായ മലയാളിയാണ് YS യാസിയ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് A ഷാജഹാൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് A ഷാജഹാൻ. ചീഫ് ഓഫ് സദേൺ എയർ കമാൻഡായിട്ട് നിയമിതനായത് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. ചീഫ് ഓഫ് സദേൺ എയർ കമാൻഡായിട്ട് നിയമിതനായത് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആയിട്ട് സ്ഥാനമേറ്റത് രാജീവ് നാരായണ സ്വാമിയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആയിട്ട് സ്ഥാനമേറ്റത് രാജീവ് നാരായണ സ്വാമിയാണ്. ഓക്കെ, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ആയിട്ട് നിയമിതനായത് തപൻ രായഗുരുവാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ആയിട്ട് നിയമിതനായത് തപൻ രായഗുരുവാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് ജയ്ഷയാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് ജയ്ഷയാണ്. ആയുഷ്മാൻ ഭാരതിന്റെ പുതിയ CEO ആരാണ്? ആയുഷ്മാൻ ഭാരതിന്റെ പുതിയ CEO RS ശർമ്മയാണ്. RS ശർമ്മയാണ് ആയുഷ്മാൻ ഭാരതിന്റെ പുതിയ CEO. ഇറ്റാലിയൻ പ്രസിഡന്റ് ആരാണ്? ഇറ്റാലിയൻ പ്രസിഡന്റ് സെർഗിയോ മറ്ററെല്ലയാണ്. ഓക്കെ, സെർഗിയോ മറ്ററെല്ല. US പുതിയ വിദേശകാര്യ സെക്രട്ടറിയാണ് ആന്റണി ബ്ലിങ്കൻ. ഓക്കെ, ആന്റണി ബ്ലിങ്കൻ ആണ് US പുതിയ വിദേശകാര്യ സെക്രട്ടറി. ISRO ചെയർമാൻ K ശിവൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. ISRO ചെയർമാൻ K ശിവനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാണ് ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാണ് ആര്യ രാജേന്ദ്രൻ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. അടുത്തത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സുഖ്ബീർ സിംഗ് സന്ധു ആണ്. നമുക്കറിയാം ഹൈവേ കൂടെയൊക്കെ എന്താണ് നല്ല സുഖമായിട്ട് പോകാം അല്ലെ, വണ്ടിയിൽ നല്ല സുഖമായിട്ട് പോകാം. സുഖ്ബീർ സിംഗ് സന്ധു ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറാണ് SH പഞ്ചാബകേശൻ. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറുടെ പേരാണ് SH പഞ്ചാബകേശൻ. ഓർത്തിരിക്കാനായിട്ട് നമുക്കറിയാം, പഞ്ച് പിടിക്കുന്ന ആരും ഓർത്താൽ മതി. ഓക്കെ, പഞ്ച് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കൈയും കാലും ഒക്കെ ചിലപ്പോൾ ഒടിയും അല്ലെ. പഞ്ച് പിടിച്ചു കഴിഞ്ഞാൽ കൈയൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞതിരിക്കും ആ ഒരു ശക്തിയിൽ. അപ്പൊ ഭിന്നശേഷി ഓക്കെ, ആ രീതിയിൽ ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണർ SH പഞ്ചാബകേശൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റാണ് ഉദയശങ്കർ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റാണ് ഉദയശങ്കർ. കേരള സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ ടോവിനോ തോമസ് ആണ്. നമ്മുടെ ടോവിനോ തോമസ് ആണ് കേരള സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ. അടുത്തത് അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫോർമേഷൻ ഓഫീസറുടെ പേര് രാജ് അയ്യർ എന്നുള്ളതാണ്. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫോർമേഷൻ ഓഫീസറുടെ പേര് രാജ് അയ്യർ എന്നാണ്. ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറാണ് അലക്സാണ്ടർ എലിസ്. ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറാണ് അലക്സാണ്ടർ എലിസ്. ഇന്ത്യയുടെ 51ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ചെയർമാനാണ് പാബ്ലോ സീസർ. ഓക്കെ, ഇന്ത്യയുടെ 51ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ചെയർമാൻ പാബ്ലോ സീസർ ആണെന്ന് ഓർത്തിരിക്കാനായിട്ട് നമുക്കറിയാം. സിനിമയുടെ ടീസറിന്റെ കാര്യം ഓർത്താൽ മതി. ടീസർ സീസർ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ CEO ആണ് സുനിത് ശർമ്മ. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ CEO ആണ് സുനിത് ശർമ്മ. ഈ റെയിൽവേയുടെ കാര്യം ഓർക്കുമ്പോൾ എന്താണ് നമുക്കറിയാലേ, നമ്മൾ കുറച്ചു പേർക്കെങ്കിലും ട്രെയിനിൽ കയറാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ളത് അവിടെ എന്താണ്, നീറ്റ്നെസ് കുറവാണെന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കും. അപ്പൊ എന്താണ് നീറ്റ്, സുനീത്. ഓക്കെ, ആ രീതിയിലൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ CEO സുനിത് ശർമ്മയാണ്. അടുത്ത UN ജനറൽ അസംബ്ലിയുടെ 76ാമത്തെ സമ്മേളനത്തിന് അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത് അബ്ദുള്ള ഷാഹിദിനെയാണ്. മാലിദ്വീപ് വിദേശകാര്യ മന്ത്രിയായ അബ്ദുള്ള ഷാഹിദിനെയാണ്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ. അങ്ങനെ പദവികൾ എന്ന് പറഞ്ഞൊരു വലിയ ടോപ്പിക് ഇവിടെ തീരാണ് കേട്ടോ. PSC ബുള്ളറ്റിൻസ് ചെയ്യുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ക്വസ്റ്റിനും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പ്രത്യേകം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, ഈ ഒരു രീതിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ദിവസം തൊട്ട് ഇന്നത്തെ ഈ ഒരു 9ാമത്തെ ഈ ഒരു ദിവസം വരെയും കമന്റ് ചെയ്ത് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, എനിക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് സ്ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ നാളത്തെ ഒറ്റ ദിവസം കൂടെ ഉള്ളൂ, ഒരു ക്ലാസ്സും കൂടെ ഉള്ളൂ, കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക കേട്ടോ. അപ്പൊ നാളെ കാണാം. താങ്ക്